റോജായ കോവിഡ് കാലത്ത് കേരളത്തിൽ വലിയ അഴിമതി നടന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ CAG റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അംഗീകരിക്കില്ല, രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെയാണ് CPM പറയുന്നത്. ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയും? കേരളത്തിലെ CAG റിപ്പോർട്ട് പവിത്രമാണെന്നും CAG റിപ്പോർട്ടാണ് ഈ ഇത്തരം അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള ആധികാരിക രേഖയെന്നും പറഞ്ഞ് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു CPM-ന്. പ്രത്യേകിച്ച് 1991-94 കാലത്തെ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മലേഷ്യയിൽ നിന്ന് പാം ഓയിൽ ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിൽ ഒരു അഴിമതി നടന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 94 ഫെബ്രുവരി 15 കേരള കൗമുദി പത്രത്തിൽ BC ജോജോ എന്ന് പറയുന്ന പ്രസിദ്ധനായ മാധ്യമപ്രവർത്തകൻ CAG റിപ്പോർട്ട് അന്ന് സഭയിൽ വെച്ചിട്ടില്ല, അതിനു മുമ്പ് CAG റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ മുഖ്യമന്ത്രിയെയും അന്നത്തെ ഭക്ഷ്യമന്ത്രിയെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള CAG-യുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് സഭയിൽ പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദൻ. അദ്ദേഹം ഈ പത്രവാർത്തയെ അടിസ്ഥാനമാക്കി നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അന്നത്തെ സ്പീക്കർ അത് അനുവദിച്ചില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുത്തു. അന്ന് അച്യുതാനന്ദൻ CAG റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ആധികാരിക രേഖയാണ്, ഇത് അങ്ങേയറ്റം വിശ്വസനീയമാണ്, പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ദീർഘമായൊരു പ്രസംഗം അന്ന് സഭയിൽ നടത്തിയിരുന്നു. അതിനകത്ത് ഒരു പ്രധാന ഭാഗം അച്യുതാനന്ദൻ പറയുന്നത് ഞാനൊന്ന് വായിക്കാം. പ്രതിപക്ഷം അന്ന് സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് CAG അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആക്ഷേപം, അഴിമതി ആക്ഷേപം സത്യമായിട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഉന്നത സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയുവാൻ അവകാശമുള്ള CAG ഇത് പ്രഖ്യാപിച്ച ശേഷം മുഖ്യ കുറ്റവാളിയായിട്ടുള്ള ആൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, ഇറങ്ങിപ്പോകണം എന്നാണ് അന്ന് അച്യുതാനന്ദൻ പറഞ്ഞത്. അന്ന് CAG റിപ്പോർട്ട് നിങ്ങൾക്ക് പവിത്രമാണ്, ആധികാരിക രേഖയാണ് എന്ന് പറഞ്ഞ പാർട്ടി ആണ് ഇപ്പോൾ ഭരിക്കുന്നത്. അന്ന് ഒരു കാര്യം കൂടെ ഓർക്കണം, അന്ന് CPM-ൻ്റെ നിയമസഭാ കക്ഷി സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ CAG റിപ്പോർട്ട്, കോവിഡ് കാല അഴിമതിയെക്കുറിച്ച് വന്ന CAG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അത് രാഷ്ട്രീയ പ്രേരിതമാണ്, BJP അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് CAG അധപ്പതിച്ചു പോയി, ഞങ്ങൾക്ക് പർച്ചേസ് കമ്മിറ്റിയിലാണ് വിശ്വാസം, CAG റിപ്പോർട്ടിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇന്ന് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരേ പാർട്ടിക്ക് 30 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന CAG റിപ്പോർട്ടിനെ കുറിച്ച് വന്നിരിക്കുന്ന രണ്ട് നിലപാടുകളാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞത്. ഒരു വശത്ത് ഇപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതേ പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇപ്പോൾ പറയുന്നു അവരുടെ പേരിൽ അഴിമതി ആരോപണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അത് ശരിയാണെന്ന് CAG ശരിവെച്ചപ്പോൾ പറയുന്നു അത് BJP നശിപ്പിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, CAG-യുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നു. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ റിപ്പോർട്ടുകൾ നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനെക്കുറിച്ച് ഇത് കാരണം ഈ CAG റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൺസേൺഡ് വകുപ്പിനോട് അവർ കാര്യങ്ങൾ എഴുതി ചേർക്കുക, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ച് ആ റിപ്പോർട്ടോട് വാങ്ങിച്ച ശേഷമാണ് CAG റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, സഭയിൽ വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസമില്ല എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഭരണഘടനയോട് ജനാധിപത്യത്തോടുള്ള നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ വെല്ലുവിളിയുമാണ് ഈ കാണിക്കുന്നത്. ഈ CAG റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ CPM ഉയർത്തുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ അസാധാരണ സമയത്തെ അസാധാരണമായ പർച്ചേസ് എന്നാണ്. എന്നാൽ ഇന്ന് പ്രതിപക്ഷം പുറത്തുവിട്ടത് ഇപ്പോൾ 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിച്ച സമയത്ത് തന്നെ 540 രൂപയ്ക്ക് കിറ്റ് കൊടുക്കാൻ ഒരു കമ്പനി തയ്യാറായിരുന്നു എന്നാണ്. അപ്പോൾ പൂർണ്ണമായി അഴിമതി നടന്നു എന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. അത് പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 550 രൂപ മാർക്കറ്റിൽ പ്രൈസ് ഉള്ളപ്പോഴാണ് 1550 രൂപയ്ക്ക് 15,000-ലധികം കിറ്റ് വാങ്ങിച്ചതിൻ്റെ 10 കോടി 26 ലക്ഷം രൂപയുടെ അഴിമതിയുടെ കാര്യം ഇപ്പോൾ CAG പുറത്തു കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് മാർക്കറ്റിൽ ഈ വിലയ്ക്കൊക്കെ തന്നെ അവൈലബിൾ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഇന്ത്യയിലെ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ പല കമ്പനികളും സർക്കാരിനെ സമീപിച്ചത് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് സാൻ ഫാർമ എന്ന് പറയുന്ന ഒരു തട്ടുകട സ്ഥാപനത്തിന് ഇവർ ഇത് അനുമതി കൊടുത്തത്. അപ്പോൾ ഉദ്ദേശം
അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ കൊള്ള നടക്കുമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മുഴുവൻ പണവും മുൻകൂർ തന്നെ നൽകുകയും ചെയ്തു. മുഴുവൻ പണവും മുൻകൂർ നൽകിക്കൊണ്ടാണ് ഇത് നമ്മൾ പറയത്തില്ലേ, ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ഒരു തട്ടിപ്പായിരുന്നു ഈ നടന്നിരുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അതായത് ആ കാലത്ത്, അതായത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ വിശ്വാസ്യത ഉയർത്തിക്കൊണ്ടുവരാൻ PR ഏജൻസികൾ മുഖേനയും വലിയ തോതിലുള്ള മാധ്യമ സഹായത്തോടെയും അന്നത്തെ സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഇവരൊക്കെ തന്നെ വലിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ജനിപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ കട്ടന് പുറകിൽ നിന്നുകൊണ്ടായിരുന്നു ഈ കൊള്ള നടന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ CAG പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം ഇതിനകത്തെ അഴിമതിക്കകത്ത് ഇത് ഒന്ന് മാത്രമാണെന്ന് ആലോചിക്കണം. PPE കിറ്റ് വാങ്ങിച്ചതിനകത്തെ അഴിമതിയാണ് ഈ 10 കോടിയുടെ. അങ്ങനെ പലതും വാങ്ങിച്ചിട്ടുണ്ട്, ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്, മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ മറവിൽ പർച്ചേസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പർച്ചേസിനെ കുറിച്ചുള്ള കഥകൾ ഇനി വരാനിരിക്കുന്നുള്ളൂ. അന്ന് തന്നെ പറഞ്ഞ് ലോകായുക്തയിൽ കേസ് കൊടുത്തതിനകത്ത് പരാതിക്കാരിയായ വീണ നായർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ് 1560 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് അന്ന് ലോകായുക്തയിൽ കൊടുത്ത കേസിനകത്ത് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ ജനങ്ങളെ സഹായിക്കുന്നു, അസാധാരണമായ സാഹചര്യം പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് ഈ തീവെട്ടിക്കൊള്ള നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോയ്ച്ചൻ പറഞ്ഞ ഒരു ഇമേജിൻ്റെ കാര്യമുണ്ട്. ഈ കോവിഡ് കാലത്ത് ഇമേജ് ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്ത് വന്നത് KK ശൈലജ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവാണ്. ടീച്ചറമ്മ തന്നെയായി. ആ രാഷ്ട്രീയ നേതാവിനെ ഇത് ഏത് രീതിയിലായിരിക്കും ഇപ്പോഴത്തെ ആരോപണങ്ങൾ ബാധിക്കുക? ഒരു രക്ഷകയുടെ പരിവേഷമായിരുന്നു മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ, വാഷിങ്ടൺ പോസ്റ്റ്, BBC, ഗാർഡിയൻ, ഇങ്ങനെയൊക്കെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വലിയ മാധ്യമങ്ങളിലൊക്കെ തന്നെയാണ് വോഗ് മാഗസിൻ്റെ കവർ സ്റ്റോറി വരെ വന്നു, ശൈലജ ടീച്ചറിനെ കുറിച്ച് വന്നു. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ ഒരു 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 പ്രതിച്ഛായ ബിൽഡപ്പ് നടന്ന സംഭവമായിരുന്നു ഈ കോവിഡ് കാലത്ത്. ശൈലജ മന്ത്രി പിന്നെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ഈ പദ്ധതികളൊക്കെ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള വലിയൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിലാണ് മാക്സസെ അവാർഡിന് പോലും ശൈലജ ടീച്ചറിൻ്റെ പേര് വന്നു എന്നൊക്കെയുള്ള കഥകൾ അന്ന് വന്നതും പാർട്ടി സമ്മതിച്ചില്ല എന്നൊക്കെയുള്ളത് പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു, വലിയ പബ്ലിക്കേഷൻസ് വന്ന് ആത്മകഥ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇമേജ് ബിൽഡപ്പ് ചെയ്തൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇപ്പോൾ അത് മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയി എന്നാണ് ഇപ്പോൾ ഈ CAGയുടെ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുക. കാരണം അവരെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത തീരുമാനങ്ങളല്ല, ക്യാബിനറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അറിവോടൊക്കെ തന്നെ ചെയ്ത കാര്യമാണെന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും അത് അവരുടെ വകുപ്പിൽ നടന്ന ഒരു വലിയ കൊള്ള എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും KK ശൈലജയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു രക്ഷകയുടെ പരിവേഷം മാറി ഇപ്പോൾ ഒരു അഴിമതിക്കാരുടെ ഒരു പരിവേഷത്തിലാണ് നിൽക്കുന്നത്. അത് വലിയ തോതിൽ അവരുടെ ഈ കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പിൽ പോലും അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലാണ് അവരെ അവിടെ എതിർ പാർട്ടികൾ ചിത്രീകരിക്കുകയും ആ തരത്തിലുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ ഒരു തട്ടിപ്പുകാരി അല്ലെങ്കിൽ ഒരു അഴിമതിക്കാരിയായിട്ടാണ് വലിയ തോതിൽ KK ശൈലജയെ അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തത്. അത് തീർച്ചയായിട്ടും അവരെ പോലെ കറപുറല്ലാത്ത ഒരു ഈ മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു അഴിമതിക്കാരി എന്നുള്ള പേര് കിട്ടാത്ത ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്ന് അവരുടെ ഇമേജിനെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ പറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞുപോയി. കാരണം CAG റിപ്പോർട്ടിനകത്ത് ഇത് ആധികാരികമായി പറഞ്ഞിരിക്കുകയാണ്, ഈ വകുപ്പിനകത്ത് ഇത്തരത്തിൽ അഴിമതി നടന്നു, ക്രമക്കേട് നടന്നു, 10.5 കോടി രൂപയുടെ ക്രമക്കേട് PPE കിറ്റിൻ്റെ പർച്ചേസിൽ മാത്രം നടന്നു എന്ന് പറയുന്നത് വലിയ തോതിൽ ഇമേജിനെ അത് ബാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭാവിയെ പോലും ഒരുപക്ഷെ അത് ബാധിച്ചേക്കാം. ഇപ്പോൾ കേസ് ലോകായുക്തയിൽ നിൽക്കുകയാണ്. അതിൻ്റെ എന്തായിരിക്കും വിധി എന്ന് പറയുന്നത് ഒക്കെ തന്നെ ശൈലജ ടീച്ചറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അലട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല.